ഇന്ന് നമുക്ക് കൂടുതലായിട്ട് കണ്ടുവരുന്ന പ്രശ്നമാണ് നെഞ്ചിരിച്ചില്, ഗ്യാസ്, നെഞ്ചുവേദന. പിന്നെ അതിലും കൂടുതൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആളുകൾക്ക് ഇത് മൂന്നും ഏതാണ് നെഞ്ചുവേദന ഏതാണ് ഗ്യാസ് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ചിലപ്പോൾ മനസ്സിലാകുമ്പോഴത്തേക്ക് ഒരുപാട് സമയം വൈകി പോവാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് നെഞ്ചുവേദന, നെഞ്ചരിച്ചില് എങ്ങനെയാണ് തുടക്കത്തിൽ വന്നിട്ടുള്ളതെന്നാണ്. വെറും നെഞ്ചുവേദന, നെഞ്ചരിച്ചിലാണോ അതോ ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള നെഞ്ചുവേദന, നെഞ്ചരിച്ചിലാണോ വന്നിട്ടുള്ളത്? അപ്പോൾ അതിൽ ആദ്യം ലക്ഷണം കാണിക്കുക നെഞ്ചരിച്ചിലിനെ കൂടുതൽ, അതിനേക്കാളും കൂടുതൽ നെഞ്ചിന്റെ ഭാഗത്ത് ഒരു പിടുത്തം പോലെ ഉണ്ടാവും, ഒരു കനെടുത്ത് വെച്ച പോലെ ഉണ്ടാവും. അത് കുറച്ച് സമയം കഴിയുന്തോറും കൂടിക്കൂടി വരിക ചെയ്യുക. മറ്റേ ഗ്യാസിന്റെ തന്നെ ഇടയ്ക്ക് വന്നു പോവുകയൊക്കെ ചെയ്യും. ഇതിങ്ങനെ കൂടിക്കൂടി വരും. അതേപോലെ നമ്മളെ ആരോ പിടിച്ച് വലിക്കുന്ന പോലെ ഒരു കനെടുത്ത് വെച്ച പോലെ ഉണ്ടാവും. പിന്നെ ഇടത്തെ കൈയിലേക്ക്, അധികം ആളുകൾക്ക് ഇടത്തെ കൈയിലേക്ക് അതിന്റെ പടർച്ച ഉണ്ടാവും. അതിന്റെ വേദനയോ എന്താ അസ്വസ്ഥതയെങ്കിൽ ഇടത്തെ കൈയിലേക്ക് കാണിക്കും. അതിന്റെ കൂടെ ചില ആളുകൾക്ക് തളർച്ചയും ക്ഷീണവും വിയർപ്പും അനുഭവപ്പെടാം. ആ സമയത്താണ് ശ്വാസത്തിന് വരെ ബുദ്ധിമുട്ടുണ്ടാവുക. അങ്ങനെ ഒരു സമയം ഉണ്ടെങ്കിൽ, അങ്ങനെ ഒരു ലക്ഷണം കാണിക്കുകയാണെങ്കിൽ ഒരിക്കലും നമ്മൾ നടക്കാനോ ഒരു ജോലി ചെയ്യാനോ പാടില്ല. കാരണം അതിനനുസരിച്ച് ആ അസുഖം അല്ലെങ്കിൽ ആ പ്രശ്നം വഷളാവുക ചെയ്യാം. അപ്പൊ എത്രയും പെട്ടെന്ന് ആ സമയത്ത് അടുത്തുള്ള ഹോസ്പിറ്റലിലോ ക്ലിനിക്കിലോ പോയിട്ട് ECG എടുക്കണം. ഇനി ചില ആളുകൾക്ക് വെറും നെഞ്ഞിരിച്ചിൽ തന്നെ ആ ഒരു ലക്ഷണത്തിലേക്ക് പോകാവുന്നുണ്ട്. അതേപോലെ ചില ആളുകൾക്ക് കഴുത്തിന്റെ പെടടീന്റെ ബാക്കിലുള്ള വേദന, അതേപോലെ വലത്തെ കയ്യിൽ വലത്തെ നെഞ്ചിലുള്ള വേദന വരും, അങ്ങനത്തെ വരലുണ്ട്. പക്ഷെ അത് കൂടുതലും കണ്ടുവരുന്നത് പ്രായമുള്ള ആളുകൾക്ക്, ഓവർ വെയിറ്റ് ഉള്ള ആളുകൾ, ഓവർ സ്ട്രെസ് ഉറക്കമൊഴിക്കുന്ന ആളുകൾ, പിന്നെ കൊളസ്ട്രോൾ കൂടുതലുള്ള ആളുകൾ, ഷുഗർ പ്രഷർ ഉള്ള ആളുകൾ, പുകവലിക്കാർ, പിന്നെ ഈ കൊറോണയ്ക്ക് ശേഷം വന്നിട്ടുള്ള ആളുകളുണ്ടാവും. കൊറോണയ്ക്ക് ശേഷം വരുന്ന ആളുകൾക്ക് ഈ ക്ലോട്ട് കൂടുതലായിട്ട് കാണുന്നുണ്ട്. അത് മെയിനായിട്ട് നമ്മളെ ലൈഫ് സ്റ്റൈലായിരുന്നു പ്രശ്നം. നമ്മളെ ലൈഫ് സ്റ്റൈല് ബുദ്ധിമുട്ടുള്ള ആളുകൾ, അതായത് സെഡൻഡറി ആയിട്ട് ജോലികളൊന്നും ചെയ്യാണ്ട് ഇരിക്കുന്ന ആളുകൾക്കാണ് അത് കൂടുതൽ വരിക. അങ്ങനത്തെ ആളുകളാണെങ്കിൽ ഏത് നെഞ്ഞിരിച്ചിൽ ഗ്യാസ് ആണെങ്കിലും ഹോസ്പിറ്റലിൽ വരണം. മറ്റുള്ളവർ ഗ്യാസിന്റെ ഗുളിക കഴിച്ചിട്ട് ശരിയാവുന്നില്ലെങ്കിൽ മാത്രം സമീപിച്ചാൽ മതി. ഇനി ECG നോർമൽ ആണെങ്കിൽ പോലും ഗ്യാസിന്റെ ഗുളിക, ഗ്യാസിന്റെ മരുന്ന് എടുത്തിട്ട് കുറയുന്നില്ലെങ്കിൽ റിപ്പീറ്റ് ECG ചെയ്യണം. കാരണം ECG ഏത് സമയത്തും മാറാം. ECG എന്ന് പറഞ്ഞാൽ ഒരേപോലെ നിന്നോളണമെന്നില്ല. ഒരു മണിക്കൂറിൽ ചിലത് മിനിറ്റുകൾ കൊണ്ട് തന്നെ മാറിപ്പോവാം. അതാണ് ചില ആളുകൾ നേരെ വരുന്നു, എന്തെങ്കിലും പെട്ടെന്ന് വഷളാവുന്നു, അസ്വസ്ഥനായിട്ട് തിരിച്ചു പോകുന്നത്. അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാവരുത്. സമയമാണ് എല്ലാത്തിനും പ്രാധാന്യം. അപ്പൊ സമയത്തിന് കാര്യങ്ങൾ തീരുമാനിക്കുക. സ്വന്തമായിട്ട് തീരുമാനം എടുക്കാണ്ട് അടുത്തുള്ള ഹോസ്പിറ്റലിലോ ഡോക്ടറെയോ കാണിച്ചിട്ട് തീരുമാനം എടുക്കുക. വിദഗ്ധ ചികിത്സ നേടാൻ സമയത്ത് കിട്ടുക. അതാണ്. എത്ര വലിയ അസുഖമുള്ള ആളോ, എത്ര വലിയ പൈസ ഉള്ള ആളായാലും, എത്ര വലിയ ഒരാളായിട്ടും കാര്യമില്ല, സമയത്ത് ചികിത്സ കിട്ടുന്നതിനാണ് പ്രാധാന്യം. എല്ലാവരും ആ കാര്യത്തിലൊന്ന് ശ്രദ്ധിക്കുക. നന്ദി.